ഈ പഴകുളം മധു കോൺഗ്രസ് നേതാവ് ടെലിഫോണിലായിരുന്നു. ശ്രീ പഴകുളം മധു, ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 2025 ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡ് കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ സംശയങ്ങളിലാണ്. ആ വിഷയങ്ങളും അന്വേഷിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആരും മുക്തരല്ല. വൻസ്രാവുകളിലേക്കാണോ അന്വേഷണം? തീർച്ചയായിട്ടും അന്വേഷണം വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. സംസ്ഥാന സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വിജിലൻസിനെയും ഈ കേസിൽ പ്രതിയാക്കി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഈ കേസിലെ നിർണായകമായ പല തെളിവുകളും പുറത്തു കൊണ്ടുവരികയും ഈ കേസിന്റെ യഥാർത്ഥ പ്രതികളായിട്ടുള്ള ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം നീളുകയും അവരുടെ കള്ളക്കളികളും കൊള്ളയും അനാവൃതം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അതിശക്തമായ ഒരു നീക്കമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്തിയിരുന്നത്. ഇപ്പോ സർക്കാർ ഇതിൽ അറിയാതെ ഒന്നും നടക്കില്ല എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡിലെ ഉന്നതന്മാരുടെ അറിവില്ലാതെ ഇത്തരം ഒരു വലിയ കൊള്ള നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. വിജിലൻസ്, ദേവസ്വം വിജിലൻസ് എന്തെടുക്കുകയായിരുന്നു എന്നാണ് കേരളത്തിൽ അക്ഷരാഭ്യാസമുള്ള ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്നത്. ഈ ചോദ്യമാണ് ഇന്ന് കേരള ഹൈക്കോടതി ആവർത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന കൂടി അന്വേഷിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. അല്ലാതെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ശബരിമലയിൽ പോയി അവിടുത്തെ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ മാറ്റിക്കൊണ്ട് പോവുകയല്ല ചെയ്തിട്ടുള്ളത്. 2025 ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡ് ചെയ്ത അതേ കുറ്റമാണ്, അതേ ക്വാണ്ടിറ്റിയിൽ അതേ അളവിലുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ 2025 ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി അവരെ രക്ഷപ്പെടുത്തുന്ന സമീപനം ചെയ്ത സർക്കാരിനുള്ള കനത്ത പ്രഹരമാണ്. പ്രശാന്താണ് 2025 വീണ്ടും സ്വർണം പൂശാൻ ഇയാളെ തന്നെ ഏൽപ്പിക്കണം എന്ന് നിർബന്ധിച്ചത് എന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുകയാണ്.